എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SSLC പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയല്ലേ. അപ്പോൾ സിലബസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കും എക്സാമിനുള്ളത് എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഒരുപോലെ വിഷമം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കാര്യമാണത്. അതിൽ നമുക്ക് ചെറിയ രീതിയിൽ ആശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഏതൊക്കെ പാഠഭാഗത്തിനാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് SCERT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷിൻ്റെ കാര്യം ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് പറയാനായിട്ട് എനിക്കുണ്ട്. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില പാഠഭാഗങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ലേ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സമയം പോലെ എക്സാമിന് മുന്നായിട്ട് ഉറപ്പായിട്ട് ഒരു റിവിഷൻ പോലെ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, കുറേ പാഠങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പ്രോജക്റ്റ് ടൈഗർ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പാഠങ്ങളും കൂടി എടുക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് അത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്നത് മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയാണ്. അതിനകത്ത് 2 യൂണിറ്റ്സ്, ജീവിതം പടർത്തുന്ന വേരുകളും അതുപോലെ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നുള്ള യൂണിറ്റ്സ്. അതിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വായിക്കാം. ഏതൊക്കെയാണെന്ന് അതിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് അതിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മലയാളത്തിൻ്റെ കേരള പാഠാവലിയിലെ യൂണിറ്റ്സ് ആണ്. 2 യൂണിറ്റ് ഇമ്പോർട്ടൻറ്റ്, കലാതീതം, കാവ്യവിസ്മയം, അതുപോലെ അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ എന്നുള്ള 2 യൂണിറ്റ്സ്. അതിലെല്ലാത്തിലും കൂടിയായിട്ടൊരു 6 ചാപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ എടുത്തു വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. മലയാളത്തിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, അതാരും മറക്കാതിരിക്കുക. അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്ത് തന്നെ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദി മിറർ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെ പൊയറ്റിക് അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ പൊയറ്റിക് അപ്രീസിയേഷൻ എടുത്ത് വെച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ തന്ന നോട്ട്സിനകത്ത് യൂട്യൂബിൽ തന്നതിനകത്ത് അതുണ്ടോയെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ ചോദ്യോത്തരങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. അടുത്തത് യൂണിറ്റ് 2 പ്രോജക്റ്റ് ടൈഗർ ആണ്. പ്രോജക്റ്റ് ടൈഗർ വരെ ഞാൻ പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്, നോട്ട്സ് തന്നിട്ടില്ല. പിന്നീട് യൂണിറ്റ് 3ൽ പറഞ്ഞിരിക്കുന്ന 2 ചാപ്റ്റേഴ്സും ഞാൻ എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് എടുക്കുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് വേറെ സോഴ്സുകൾ കിട്ടുമെങ്കിൽ, നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേറെ സോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതുവഴിയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒരിക്കലും നമ്മുടെ ചാനൽ മാത്രം കാണണം എന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഒരുപാട് 10ാം ക്ലാസ്സുകാർക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സിനും നിങ്ങൾ ചെയ്യേണ്ടുന്നത് എല്ലാ കഥകളും, കഥയായിക്കോട്ടെ കവിത ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു സമ്മറി, ഒരു പാരഗ്രാഫ് എഴുതി നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുക. ആ ഒരു പാരഗ്രാഫ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിപ്പോൾ ഏത് വിഷയത്തിനായാലും അങ്ങനെ ചെയ്യാം. ഇംഗ്ലീഷിനാകുമ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുക. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒരു കമ്പൈൻ സ്റ്റഡിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും 2-3 പേരെങ്കിലും ചേർന്ന് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കോൺഫിഡൻ്റ് ആയിരിക്കണം. പഠിത്തം മാത്രം ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കളക്ട് ചെയ്തിട്ട് ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഗ്രാമർ പോർഷൻസ് ഇതിപ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് തന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഗ്രാമർ പോർഷൻസ് ഉണ്ട്, ആ കാര്യം മറക്കാതിരിക്കുക. പാസേജ് എഡിറ്റിങ്ങും അതുപോലെ ഒരുപാട് റിപ്പോർട്ടഡ് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ സോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് നോക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഗ്രാമർ വീഡിയോസ് എന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. അതിനകത്ത് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ പാസേജ് എഡിറ്റിങ്ങും ടെൻസും ക്വസ്റ്റ്യൻ ടാഗും ആർട്ടിക്കിൾസും അങ്ങനെ ഒരുപാട് റിപ്പോർട്ടഡ് സ്പീച്ച് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കയറി കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ചാപ്റ്റേഴ്സ് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു കാര്യം മറക്കാതിരിക്കുക,
എപ്പോഴാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ എഴുതുമ്പോൾ ഈ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പേര് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. അതുപോലെ തന്നെ റൈറ്ററുടെ നെയിം, ഇത് രണ്ടും നിങ്ങൾ ഒരിക്കലും ഒരു മിസ്റ്റേക്കും വരുത്തരുത്. അതിനകത്ത് മെയിൻ ക്യാരക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സ്പെല്ലിങ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ എഴുതുന്ന പാഠവും അല്ലെങ്കിൽ നമ്മൾ അത് എഴുതിയ ആളുടെ പേരും അതിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് ഇമ്പ്രഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ പേപ്പർ വളരെ നീറ്റായിട്ട് എഴുതണം എന്നുള്ള കാര്യം എല്ലാ കുട്ടികളോടും പറയാറുള്ളതാണ്. നല്ല നീറ്റായിട്ട് വേണം നമ്മൾ എക്സാമിൻ്റെ പേപ്പർ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അല്ലാതെ അറിയാവുന്നത് പെട്ടെന്ന് വെപ്രാളത്തിൽ എഴുതി തീർക്കണം എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും വലിച്ചു വാരിയിട്ട് ഒരിക്കലും എക്സാം എഴുതരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ സിലബസ് ഏതാണ് പഠിക്കാൻ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ അതിൻ്റെ ആ ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുക. ഒരിക്കലും വേറെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടരുത്. പിന്നെ സമയമാകുമ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കി അതൊക്കെ നോക്കിയില്ല എന്നൊന്നും ഓർമ്മ വരില്ല. അപ്പം നോക്കിയ പോർഷൻസ് ടിക്ക് ചെയ്ത് പോവുക, നോക്കാത്ത പോർഷൻസ് അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് റിവിഷൻ സമയത്ത് അത് വളരെയധികം ഉപകരിക്കും. അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം, കമൻറ്റിൽ ചോദിക്കാം. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ വീഡിയോസ് നിങ്ങൾ കുറച്ചും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയം പോലെ അതൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നമ്മളുടെ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത് അങ്ങോട്ടേക്ക് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളടുത്ത് ഇന്ന ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ് എക്സാമിന് ചോദിക്കുന്നത് എന്നല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇത്രയും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് തരുന്നത്. അല്ലാതെ ഇത് മാത്രമാണ് എന്നല്ല. യൂണിറ്റ് എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുള്ളതായിട്ട് ഇതുവരെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയുന്നത് മുറയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങളെ ഇതുപോലെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളത് നെക്സ്റ്റ് ഹിന്ദിയാണ്. ഹിന്ദിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഈ തന്നിരിക്കുന്ന നിങ്ങളുടെ പാഠഭാഗമാണ്, യൂണിറ്റ്സ് ആണ്. നോക്കി എഴുതിയെടുക്കുക. അതുപോലെ ഹിന്ദിയുടെ രണ്ടാമത്തെ സെക്ഷൻ അഡീഷണൽ ഹിന്ദി എന്നുള്ള ഭാഗത്തുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. അതിനകത്ത് 1, 2, 3, 4 യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഇപ്പം നോക്കുക. അതിൻ്റെ ബാലൻസ് നമ്മൾ അടുത്ത സെക്ഷനിലായിട്ട് അടുത്തത് നമ്മൾ തരുന്നുണ്ട്. 5, 6, 7 ഈ 3 യൂണിറ്റ്. ഇതിനകത്ത് ഏതൊക്കെ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഫിസിക്സ് ഊർജ്ജതന്ത്രം എന്നുള്ള ഭാഗത്തെ ആദ്യത്തെ 3 യൂണിറ്റിൻ്റെയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നിങ്ങളുടെ ബാലൻസ് യൂണിറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് 2, 4, 5, 6, 7 എന്നുള്ള ബാക്കി സെക്ഷനാണിത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ടെക്സ്റ്റിനകത്തുള്ള ഈ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ തന്നിരിക്കുന്നത് നിങ്ങളുടെ കെമിസ്ട്രിയുടെ ഭാഗമാണ്. അതിൻ്റെ ആദ്യത്തെ 3 ഏതൊക്കെയാണെന്നുള്ള 3 യൂണിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നന്നായിട്ട് നോക്കുക. ഓരോ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ട് അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ ബാലൻസ് ആയിട്ടുള്ള മറ്റ് 4 തൊട്ട് 7 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ള ഇതുപോലെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ. പിന്നീട് ഇനി തന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തെ 3 ഭാഗമാണ് തന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതും ഇതുപോലെ തന്നെ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബാലൻസ് ഭാഗമാണ്. 5, 6 എന്നുള്ള ഭാഗം തന്നിട്ടുണ്ട്. 4 വരെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. രോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ളത് കാര്യമായിട്ട് തന്നെ നോക്കേണ്ടതാണ്. പിന്നെ അധ്യായം 8 ജീവൻ പിന്നിട്ട പാതകൾ, പരിണാമ സിദ്ധാന്തവും അതുപോലെ കോശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഡാർവിൻ്റെ തിയറീസൊക്കെ ഉണ്ട്. ഇനി അടുത്ത നമുക്ക് പറഞ്ഞിരിക്കുന്നത് മാത്സ് ആണ്. മാത്സിനകത്തൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നന്നായിട്ട് നോക്കണം. ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. 3 സെക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ബാലൻസ് 4, 5, 6 എന്നുള്ള ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എപ്പോഴാണെങ്കിലും ഓരോന്നും ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇത്രയും നിങ്ങൾ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ടെക്സ്റ്റ് തുറക്കുന്ന ഭാഗത്ത് തന്നെ അത് എഴുതി വെക്കുക. അപ്പം പഠിക്കുമ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പിന്നെ അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കന്നഡയാണ്. എനിക്കത് വായിക്കാനായിട്ട് അറിയില്ല. അപ്പോൾ കന്നഡ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക്, എക്സാമിനുള്ള കുട്ടികൾ അത് വായിച്ച് അത് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് പറയണതെല്ലാം
എനിക്ക് ഡൗട്ടാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണില്ല. തമിഴാണിത്. തമിഴിൻ്റെ സെക്ഷനിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കുക. തമിഴിൽ തന്നെ 2 സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. സംസ്കൃതത്തിൻ്റെ അക്കാദമിക് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്ന 2 യൂണിറ്റ്സ്. അതുപോലെ സംസ്കൃതത്തിൻ്റെ ഓറിയൻ്റൽ ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ ഈ തന്നിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഉറുദുവിൻ്റെ സെക്ഷനാണ്. നമ്മൾ ഹെഡിങ് തന്നിട്ടില്ല. ഇത് ഉറുദു ആണ്. ഉറുദു കഴിഞ്ഞിട്ട് വരുന്നതാണ് അറബിക്ക്. ഇതിപ്പോൾ അറബിക്കാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ 2 സെക്ഷൻ ഉണ്ട് അറബിക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ 2 സെക്ഷനിലെയും കൂടെ നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന കുറച്ച് പോർഷൻസ്. ഇതിന് ശേഷം മാത്രം നമ്മൾ മറ്റ് പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് പ്രോജക്റ്റ് തയ്യാറ് വരെ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ് അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ചാപ്റ്റർ വരെയാണ് നോട്ട്സ് തന്നിട്ടുള്ളത് നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ ഈ ബാലൻസ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ ഉടനെ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും പോർഷൻസിൻ്റെ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പോർഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഒട്ടും വൈകരുത്. ഇന്ന് മുതൽ, നാളത്തേക്ക് വെക്കേണ്ട, ഇന്ന് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതനുസരിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഈ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ലേറ്റായി പോയി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് എല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിറകിലായി പോയി എന്നൊന്നുമില്ല. എല്ലാവരും ഇന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. 1-ാം തീയതി ആയിട്ടുള്ളൂ. ഇനി 2 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ 2 മാസം നന്നായിട്ടൊന്ന് അധ്വാനിച്ചാൽ മതിയാവും. നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വിശ്വാസത്തിൽ ഇന്ന് തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നാളെ മുതൽ ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂട്ടുകാർ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് എക്സാമിന് ഏറ്റവും നല്ലത്. ഗ്രൂപ്പ് സ്റ്റഡി പറ്റുന്നവരുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് ഇപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.